നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ CH പ്രതിഭ ക്യൂസ് 2025 HSA ലെവലിൽ ചോദിച്ച ഉപജില്ല ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം നമുക്ക് ചോദ്യം നോക്കിയാലോ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് നടൻ മോഹൻലാലാണല്ലോ. എന്നാൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ ആദ്യ മലയാളി ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തമായി വിശേഷിപ്പിച്ചത്? 4 ഓപ്ഷൻ ഉണ്ട്, അത് ഏതൊക്കെയെന്ന് നോക്കാം. 1919 ജാലിയൻ വാലാബാഗ്, 1922 ചൗരി ചൗര സംഭവം, 1905 ബംഗാൾ വിഭജനം, 1922 ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരം പിൻവലിക്കൽ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 എന്നാൽ 1766 ഏത് രാജ്യത്താണ് ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് പാസാക്കിയത്? ഉത്തരം സ്വീഡൻ. അടുത്ത ചോദ്യം. 1857 വിപ്ലവത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് റാണി ഏറ്റെടുത്ത വിളംബരം ഏത്? ഉത്തരം 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ദയാഹർജികൾ തീർപ്പു കൽപ്പിക്കാൻ അധികാരമുള്ളത്? ഉത്തരം രാഷ്ട്രപതി. അടുത്ത ചോദ്യം. തുടർച്ചയായി 6 മന്ത്രിസഭകളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ആര്? ഉത്തരം CH മുഹമ്മദ് കോയ. അടുത്ത ചോദ്യം നോക്കാം. നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 106 ഭേദഗതി. അടുത്ത ചോദ്യം. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? ഉത്തരം സുമൻ ബെറി. 2022 മുതലാണ്. അടുത്ത ചോദ്യം. ഏത് വർഷത്തിലെ ഒളിമ്പിക്സ് മുതലാണ് ക്രിക്കറ്റ് ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്? ഏത് വർഷത്തിലെ ഒളിമ്പിക്സ് മുതലാണ് ക്രിക്കറ്റിനെ ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്? ഉത്തരം ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് 2028. അടുത്ത ചോദ്യം. പാർലമെൻറ്റ് പാസാക്കിയ 130 ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരം പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവർ തുടർച്ചയായി എത്ര ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചാണ് സ്ഥാനം നഷ്ടമാകുന്നത്? ഉത്തരം 30 ദിവസം. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അവ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളുമാണ്. അതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്താം. ഭിലായി ഛത്തീസ്ഗഡ്, ബൊക്കാറോ ജാർഖണ്ഡ്, റൂർക്കേല മഹാരാഷ്ട്ര, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. ഏതാണ് തെറ്റായ ജോഡി? ഉത്തരം റൂർക്കേല മഹാരാഷ്ട്ര. അതിനൊരു കോഡ് ഉണ്ടായിരുന്നു, ബീചറ ബോചറ റൂഓജ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അത് വേറൊരു ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം ഉറൂബ് അല്ലെങ്കിൽ PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണൻ. ചോദ്യം ഇങ്ങനെയാണ്. താഴെ പറയുന്നവയിൽ CH മുഹമ്മദ് കോയ വഹിച്ചിട്ടില്ലാത്ത പദവി ഏത്? മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ലോകസഭ സ്പീക്കർ. ഉത്തരം ലോകസഭ സ്പീക്കർ. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 3 പര്യവേഷണ വാഹനം സോഫ്റ്റ് ലാൻഡ് ചെയ്ത ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരെന്ത്? ഉത്തരം ശിവശക്തി പോയിന്റ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ K കരുണാകരൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം പതറാതെ മുന്നോട്ട്. അടുത്ത ചോദ്യം. ഒരു തെരഞ്ഞെടുപ്പിൽ 2 പേർ മാത്രം മത്സരിച്ചപ്പോൾ 53% വോട്ടുകൾ നേടിയ സ്ഥാനാർത്ഥി
360 വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അസാധുവായ വോട്ടുകൾ ഒന്നുമില്ലെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ട് എത്ര? ഇതൊരു കണക്കാണേ. ഉത്തരം വരുന്നത് 6000 ആണ്. 6000. ചോദ്യം: മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം 24. അപ്പോൾ 24 മനുഷ്യ ശരീരത്തിൽ വാരിയെല്ലുകൾ ഉള്ളത്. അടുത്ത ചോദ്യം: ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ദണ്ഡി മാർച്ചിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? 4 ആളെ പേര് കൊടുത്തിട്ടുണ്ട്. ഉത്തരം ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമാണ്. അപ്പോൾ 1ഉം 3ഉം ശരി. അടുത്ത ചോദ്യം: സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാത്ത 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ജീവിതകാലം മുഴുവൻ പഠനാവസരം നൽകുന്ന പദ്ധതി ഏത്? ഉത്തരം ഉല്ലാസ്. CH മുഹമ്മദ് കോയ 2 തവണ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യ തവണ 1962 കോഴിക്കോട് നിന്ന്, രണ്ടാമത്തേത് 1973 മഞ്ചേരി മണ്ഡലത്തിൽ നിന്നും. ആരുടെ ഒഴിവിലേക്കാണ് മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നിര്യാണത്തെ തുടർന്ന്. 2025 ബാലൻ ഡി ഓർ പുരസ്കാരം നേടിയ പുരുഷ ഫുട്ബോൾ താരം ആരാണ്? 2025 ബാലൻ ഡി ഓർ പുരസ്കാരം നേടിയ പുരുഷ ഫുട്ബോൾ താരം. ഉത്തരം ഉസ്മാൻ ഡെംബേലെ. അടുത്ത ചോദ്യം: 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഐസ്ലാൻഡ് ആണ് ഏറ്റവും സമാധാനമുള്ള രാജ്യം. അടുത്ത ചോദ്യം: ശ്മശാനത്തിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ഉത്തരം ഫോസ്ഫറസ്. അടുത്ത ചോദ്യം: 2 വസ്തുക്കളുടെ അകലം 4 മടങ്ങാവുകയും അവയിൽ ഒന്നിൻ്റെ ഭാരം പകുതിയുമായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലത്തിനു എന്ത് സംഭവിക്കും? ഉത്തരം പകുതിയായി കുറയും. ഓപ്ഷൻ സി. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം.